ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കറണ്ട് എനർജിയും അതുപോലെ തന്നെ അവർക്കുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജും ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 5 ഓഫ് കപ്സ്, 10 ഓഫ് സോഡ്സ് ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഡിപ്രഷനിലാണ് ഇപ്പോൾ. ഡിപ്രഷൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ലവ് അഫെയർ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചതിക്കപ്പെട്ടു. നിങ്ങൾക്ക് പിന്നീന്ന് ഒരു കുത്ത് കിട്ടി അല്ലേ? ഈ അവസ്ഥയിലായി നിങ്ങൾ വിശ്വസിച്ച് ആരോ നിങ്ങളെ ചതിച്ചു. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബ്രേക്കായി കാണും. അതൊരു ബ്രേക്കപ്പിലോട്ട് പോയിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ ചതിച്ചിട്ടുണ്ടാവണം. സോ നിങ്ങൾ ഭയങ്കര വിഷമത്തിലാണ് ഇപ്പോൾ. നിങ്ങൾ മരിച്ച പോലെ ഒരു അവസ്ഥയിലാണ് നിങ്ങളെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചതിക്കപ്പെട്ട് അതൊരു ദുഃഖത്തിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുന്നത് ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് ഉയർന്നു കയറി വരാനാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അതായത് അല്ലേ, നമുക്ക് നമ്മുടെ ഇമോഷണലി നിങ്ങൾ ഡ്രെയിൻഡ് ആയിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്, ചതി പറ്റിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ തളർന്നു പോകരുത്. തകർച്ചയല്ല, അതൊരു ലൈഫ് ലെസൺ മാത്രമായിരുന്നു. നമ്മൾ ഓരോ സമയത്ത് ഓരോന്ന് അനുഭവിക്കാൻ നമുക്കുണ്ട്, കർമ്മഫലങ്ങളുണ്ട്, നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പക്ഷെ അതിൻ്റെ അർത്ഥം എല്ലാം അവിടെ തീർന്നു എന്നല്ല. ഇതാ കണ്ടോ, രാജാവിനെയാണ് കാണിച്ചിരിക്കുന്നത്, കിങ് ആണ്. നിങ്ങൾ സാമ്പത്തികമായിട്ട് ഉയരാൻ പോവുകയാണ്. നിങ്ങൾ വളരെ റിച്ച് ആവാനൊക്കെ, ഭാവിയിൽ വളരെ റിച്ചായിട്ട് വെൽത്തിയസ്റ്റ് പേഴ്സണൊക്കെ ആവാനുള്ളൊരു സാഹചര്യം വരുന്നുണ്ട്. ഇപ്പം സംഭവിച്ച ഈ ചതിയെ നിങ്ങളുടെ ഫ്യൂവലാക്കി മാറ്റുക അല്ലേ? നിങ്ങൾ ചിലപ്പോൾ പണം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവർ ഇട്ടിട്ട് പോയത്, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ബെറ്റർ വേറെ ഉണ്ടെന്ന് തോന്നിയിട്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തത്. സോ അവിടെ കാണിച്ചു കൊടുക്കുക, ഞാൻ തീർന്നിട്ടില്ല ഇല്ലേ, എന്നെ അങ്ങനെ തകർക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം കൊണ്ടുവരിക, പുറത്തിറങ്ങി വരിക. നിങ്ങൾ ഭാവിയിൽ വളരെ വെൽത്തി ആയിട്ട് മാറുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം കിട്ടും. നോക്കൂ, നിങ്ങൾക്കൊരു കൊട്ടാരമൊക്കെ കാണുന്നതുണ്ടോ? നിങ്ങൾ വളരെ റിച്ചായിട്ട് നിങ്ങൾ ജീവിക്കാൻ പോവാണ്. നിങ്ങളുടെ ലവ് ഓഫ് യുവർ ലൈഫ് നിങ്ങൾക്ക് വരും. അത് ചിലപ്പോൾ ഇത് നല്ലതായിരിക്കില്ല, അതുകൊണ്ടാണ് നമ്മളെ വിട്ടിട്ട് പോയത്. അങ്ങനെ ഓർത്ത് സന്തോഷിക്കുക. നല്ലത് നിങ്ങൾക്ക് വേറെ വരും, നിങ്ങൾക്ക് വെൽത്ത് വരും, നിങ്ങൾ വളരെ റിച്ചായിട്ട് മാറും. സോ അതിന് വേണ്ടി വർക്ക് ചെയ്യുക, അവിടെ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക. ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടേതായ ഒരു ഫൗണ്ടേഷൻ നിർമ്മിക്കാനായിട്ട് നിങ്ങൾ ഉള്ള മുൻകൈകൾ എടുക്കുക. യൂണിവേഴ്സ് കൂടെ ഉണ്ട്, ദൈവം കൂടെ തന്നെയുണ്ട്. നിങ്ങൾ വളരെ സക്സസ് ആവാൻ പോവുകയാണ്. കാര്യം നിങ്ങൾ ഇത്രയും അനുഭവിച്ച് കഴിഞ്ഞു. നരകം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. നരകം അനുഭവിച്ച ഒരാൾക്ക് സ്വർഗം ഡിസർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. സോ ഈ എക്സ്ട്രീം അനുഭവിച്ചെങ്കിൽ ഈ കിങ്ങിൻ്റെ എക്സ്ട്രീം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. വീഡിയോ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും യൂണിവേഴ്സിന് താങ്ക്സ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.